ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഗ്രേറ്റഡ് കോക്കനട്ട് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ നമുക്കതിനായിട്ട് ഞാൻ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇത്രയും സാധനങ്ങൾ എണ്ണയിൽ എണ്ണ വേണ്ട, വെറുതെ ഒന്ന് ചൂടാക്കിയിട്ട് ചിക്കനിലേക്ക് പുരട്ടി വെക്കുകയാണ്. ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് പുരട്ടി വെക്കുന്നത്. ശേഷം ഞാനിവിടെ സവാള, വലിയൊരു സവാളയും തക്കാളി, 2-3 പച്ചമുളക്, പിന്നെ ഇഞ്ചി. ഇവിടെ ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇഞ്ചി മാത്രം. ഇതൊക്കെ നമുക്ക് വെളിച്ചെണ്ണിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി വരുന്നതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാണ്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇത്രയും പൊടികളും കൂടി നമ്മളിതിനോട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് പൊടികളൊന്ന് ചൂടാനുള്ള സമയം കൊടുത്തതിന് ശേഷം അത് നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു അരമുറിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. അരമുറി തേങ്ങയും ഒരു 10-12 ചെറിയുള്ളി, ഒരു 6 അല്ലിയോളം വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് ഞാൻ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങ നന്നായിട്ട് കൈവിടാതെ വറുത്തെടുക്കുക. തേങ്ങ വറക്കുന്ന സമയത്ത് അപ്പുറത്തിപ്പുറത്തും പോയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ വറുത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇല്ലേ കരിഞ്ഞു പോകും. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു കളർ വരുന്നത്, അതായത് ഒരുവിധം തേങ്ങ പകുതിയോളം വെന്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് നമ്മൾ ഇത്തിരി കുരുമുളക്, എരിവിന് പാകത്തിന് മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് കുരുമുളകും അതിനേക്കാൾ ഇത്തിരി കൂടുതൽ പെരിഞ്ചീരകവും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇട്ട കുരുമുളകും പെരിഞ്ചീരകവും ഒന്ന് ജസ്റ്റ് ചൂടാവാനുള്ള സമയം കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ചട്ടിയിൽ നിന്നും മാറ്റി വെക്കാം. ശേഷം നമുക്കിനി നമ്മൾ മുന്നേ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും കൂടെ അത് ഇട്ടിട്ടുണ്ട്. ശേഷം നമ്മുടെ ചിക്കനോട്ട് ഒരു 1/2 ഗ്ലാസോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചതല്ല, ചിക്കനിൽ നിന്ന് വെന്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ നല്ലോണം ഒരുവിധം പകുതി വേവാവുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, അത് നമുക്കൊന്ന് അടിച്ചിട്ട് വരാം. വെള്ളമൊന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതെങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടണം, ഈ ഒരു പരുവത്തിന് നമുക്കത് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ശേഷം പകുതി വെന്ത ചിക്കനിലേക്ക് നമ്മളിത് മിക്സ് ചെയ്യാൻ ചെയ്യുന്നത്. പകുതിയല്ല, 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ആ ചിക്കനിലേക്ക് നമ്മളിത് മിക്സ് ചെയ്തിട്ടൊന്നും എല്ലാം കൂടി മിക്സ് ചെയ്തൊരു 10 മിനിറ്റോളം പിന്നെയും വേവിക്കാൻ വെക്കുക. പിന്നെ ശേഷം വേണമെങ്കിൽ മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മല്ലിയില ഇത്രയും സാധനങ്ങൾ നമുക്ക് തൂവിയിട്ട് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആരെങ്കിലും മുമ്പ് ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും പറയാൻ മറക്കരുത് കേട്ടോ.